ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് ഹിസ്റ്ററിയുടെ ബാക്കി പോർഷൻസ് ഒക്കെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ദിസ് വാസ് ഓൾസോ ദ പീരീഡ് വെൻ ന്യൂ റിലീജിയൻസ് അപ്പിയർഡ് ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്. നമ്മൾ ഇന്നലെ ഹിന്ദുയിസത്തിൻ്റെ കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചല്ലേ. ഒരുപാട് പുതിയ റിലീജിയൻസ് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ ഡെവലപ്പായൊരു പീരീഡ് കൂടിയാണിത്. ആ കാലഘട്ടത്തിൽ വന്ന ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയൻ്റെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് റിലീജിയൻസ് സബ് കോണ്ടിനെൻറ്റിൽ ഈ ഒരു പീരീഡിൽ അപ്പിയർ ആയി എന്നാണ് ഇവിടെ പറയുന്നത്. Merchants and migrants first brought the teachings of the Holy Quran to India in the 7th century. 7th സെഞ്ച്വറിയിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഹോളി ഖുറാൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം കൊണ്ടുവരുന്നതും. ആരൊക്കെയാണ് അത് കൊണ്ടുവന്നത്? മെർച്ചൻസും മൈഗ്രൻസും ഒക്കെയാണ് ഈ ഹോളി ഖുറാൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ടീച്ചിങ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് 7th സെഞ്ച്വറിയിലാണ് നടന്നതും. Muslims regard the Quran as their holy book and accept the sovereignty of the one God, Allah, whose love, mercy and bounty embrace all those who believe in Him without regard to social backgrounds. അപ്പം ഈ ഒരു ഖുറാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഹോളി ഖുറാൻ്റെ ടീച്ചിങ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ആ ടീച്ചിങ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു റിലീജിയനെയാണ് നമ്മൾ മുസ്ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഹോളി ബുക്കാണ് ഈ ഖുറാൻ എന്ന് പറയുന്നത്. അവർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അതാണ് ഗോഡ്, അള്ളാ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഖുറാനിലെ ടീച്ചിങ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോളി ബുക്കായിട്ട് ഖുറാനെ എടുത്തിരിക്കുന്ന ആ ഒരു റിലീജിയനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അവർക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ, അത് ഗോഡ്, അള്ളാ ആണ്. മെനി റൂളേഴ്സ് വെയർ പാട്രോൺസ് ഓഫ് Islam and the ulama, learned theologians and jurists. Unlike Hinduism, Islam was interrupted in a variety of ways by its followers. അതുപോലെ തന്നെ ഒരുപാട് റൂളേഴ്സും ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഫോളോ ചെയ്ത ആൾക്കാരാണ്. ഹിന്ദുയിസം പോലെ തന്നെ ഈ ഇസ്ലാം മതത്തിനും ഒരുപാട് വേസിലൂടെയാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് വേസിലൂടെയാണ് ഈ മുസ്ലിംസും അവരുടെ ആ ഒരു പ്രാക്ടീസ്, റിലീജിയസ് പ്രാക്ടീസ് അല്ലെങ്കിൽ റിച്വൽസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. There were the Shia Muslims who believed that the Prophet Muhammad's son-in-law Ali was the legitimate leader of the Muslim community. അപ്പോൾ ഇതിലൊരു വകഭേദമാണ് ഷിയ മുസ്ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റിലീജിയനിലുള്ളൊരു വകഭേദമാണ് ഷിയ മുസ്ലിം എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ്, ഷിയ മുസ്ലിംസ് ബിലീവ് ചെയ്തത് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ സൺ-ഇൻ-ലോ ആയിട്ടുള്ള അലിയാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ലെജിറ്റിമേറ്റ് ലീഡർ എന്നാണ്. ഓക്കെ, ഇതാണ് ഷിയ മുസ്ലിംസ്. അപ്പം അലിയുടെ സെയിങ്സ് ഒക്കെ അല്ലെങ്കിൽ അലിയുടെ ടീച്ചിങ്സ് ഒക്കെ ഫോളോ ചെയ്തവരാണ് ഈ ഷിയ മുസ്ലിംസ്. ആൻഡ് ദ സുന്നി മുസ്ലിംസ് ഹു അക്സെപ്റ്റഡ് ദി അതോറിറ്റി ഓഫ് ദ ഏർലി ലീഡേഴ്സ് Caliphs of the community and the succeeding caliphs. There were other important differences between the various schools of law and in theology and mystic traditions. അതുപോലെ നമ്മൾ ഷിയ മുസ്ലിംസിനെ കുറിച്ച് പഠിച്ചല്ലേ. അതുപോലെ മറ്റൊരു വിഭാഗമാണ് സുന്നി മുസ്ലിംസ് എന്ന് പറയുന്നത്. അവർ ആരെയാണ് ലീഡറായിട്ട് എടുത്തിട്ടുള്ളത്? ഖാലിഫാസിനെയാണ്. ഖാലിഫാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഏർലി ലീഡേഴ്സാണ്. ഓക്കെ, അങ്ങനെ ആദ്യകാലത്തെ ലീഡേഴ്സ് അവരെയാണ് ഖാലിഫാസ് എന്ന് പറയുന്നത്. ഖാലിഫാസിനെയും അതുപോലെ തന്നെ ഈ ആദ്യ ലീഡേഴ്സ് കഴിഞ്ഞു വരുന്ന സക്സീഡിങ് ലീഡേഴ്സ് ഉണ്ടല്ലോ അവരെയും, അങ്ങനെ ഈ ഖാലിഫാസിൻ്റെ ടീച്ചിങ്സ് അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സുന്നി മുസ്ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷിയ മുസ്ലിംസ് പ്രോഫറ്റ് മുഹമ്മദ് സൺ-ഇൻ-ലോ അലിയെയാണ് ഫോളോ ചെയ്യുന്നത്. സുന്നി മുസ്ലിംസ് ഖാലിഫാസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഈ സുന്നി മുസ്ലിംസും ഷിയ മുസ്ലിംസും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അവരുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ബിലീഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറെൻ്റ് ആണ് അല്ലേ. അവർ രണ്ടു പേരും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ രണ്ട് ടീച്ചിങ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഒക്കെ ഉണ്ട്.
അപ്പം നമ്മുടെ സബ് കോണ്ടിനെൻ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു പീരീഡിൽ ഈ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരുന്ന ഒരു റിലീജിയസ് കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പം ഇത്രയും നേരം ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് പഠിച്ചത് അല്ലേ. ഇന്നലെ നമ്മൾ ഹിന്ദുയിസത്തെക്കുറിച്ച് പഠിച്ചു, ഇന്ന് നമ്മൾ മുസ്ലിംസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ രണ്ടും നന്നായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് കുറച്ച് ചേഞ്ചസ്, ഷിയ മുസ്ലിംസ്, സുന്നി മുസ്ലിംസ്, അവരുടെ ഡിഫറൻസും അതുപോലെ ഹിന്ദുയിസത്തിൽ വന്ന മാറ്റങ്ങളും ഒക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ. Thinking about time and historical periods. Historians do not see time just as a passing of hours, days or years, as a clock or a calendar. ഹിസ്റ്റോറിയൻസ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അവർക്ക് ജസ്റ്റ് ടൈം എന്ന് പറയുന്നത് അവേഴ്സോ ഡേയ്സോ ഇയേഴ്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോക്കോ കലണ്ടറോ ഒന്നും ആയിട്ടല്ല അവർക്ക് തോന്നിയിട്ടുള്ളത്. Time also reflects changes in social and economic organization, the persistence and transformation of ideas and beliefs. The study of time is made somewhat easier by dividing the past into large segments, periods that possesses shared characteristics. അപ്പം ഹിസ്റ്റോറിയൻസിന് ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് അവേഴ്സോ ഡേയ്സോ ഇയേഴ്സോ ഒന്നും ആയിരുന്നില്ല. അവർക്കത് സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഓർഗനൈസേഷൻസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു, അല്ലെങ്കിൽ ഐഡിയാസിലും ബിലീഫ്സിലും വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു പീരീഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഒരു 700 ഇയർ എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ബിലീഫ്സിലും ഐഡിയാസിലും വന്നിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലേ. അതുപോലെ തന്നെയാണ് ഹിസ്റ്റോറിയൻസിന് ഈ ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പേഴ്സൊന്നുമല്ല, അവർക്ക് ഈ ഐഡിയാസിലും ബിലീഫ്സിലും ഒക്കെ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് അവർക്ക് ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവരൊരു കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പീരീഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് എടുക്കുകയാണ്. ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതെന്തോ വളരെ വലുതാണല്ലേ. ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം നമ്മൾ 700 to 1750 എന്ന് പറയുന്നത് നീണ്ട ഒരു കാലഘട്ടമാണല്ലേ. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ഇങ്ങനെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങുമ്പം അവർ അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ ടൈമിനെയും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓരോ ടൈമിനെ അവർ ഡിവൈഡ് ചെയ്തിട്ട് ലാർജ് സെഗ്മെൻറ്റ്സ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു ടേം വന്നത്. അപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിനെ കുറിച്ചാണല്ലേ, അല്ലാണ്ട് ആ ഒരു ഫുൾ ടൈമിനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിനെ കുറിച്ച്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പീരീഡ് ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ലാർജ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഈ പാസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്തെക്കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പീരീഡ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. In the middle of 19th century, British historians divided the history of India into 3 periods: Hindu, Muslim and British. അപ്പോൾ 19th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിനെ 3 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നുള്ളത്. ഇതാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ള 3 പീരീഡ്. This division was based on the idea that the religion of rulers was the only important historical change, and that there were no other significant developments in the economy, social or culture. Such a division also ignored the rich diversity of the subcontinent. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് നമ്മുടെ ഹിസ്റ്ററിയുടെ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിനെ എങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ജസ്റ്റ് അവരെ ഭരിച്ചിരുന്ന റൂളേഴ്സിൻ്റെ റിലീജിയൻ നോക്കിയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പീരീഡിന് ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്നുള്ള പേര് ലഭിച്ചത്. അല്ലാണ്ട് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൻ്റെ റിച്ച് ഡൈവേഴ്സിറ്റീനെ അല്ലെങ്കിൽ എക്കണോമിക്, സോഷ്യൽ, കൾച്ചർ ചേഞ്ചസിനെ ഒന്നും നോക്കിയിട്ടായിരുന്നില്ല ഈ ഒരു ഡിവിഷൻ നടത്തിയത്. ജസ്റ്റ് റൂളേഴ്സിൻ്റെ റിലീജിയൻ നോക്കിയിട്ടാണ് ഈ ഇന്ത്യയുടെ ഹിസ്റ്ററിനെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഈ 3 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ്. Few historians follow this periodization today. Most look to economic and social factors to characterize the major elements of different moments of the past. അപ്പോൾ പല ഹിസ്റ്റോറിയൻസും ഈ ഒരു പീരിയോഡൈസേഷൻ, അതായത് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നുള്ള ഈ ഒരു പീരിയോഡൈസേഷനാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ചിലർ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. The histories you read last year included a wide range of early societies: hunter-gatherers, early farmers, people living in towns and villages, and early empires and kingdoms. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളത് അല്ലേ. The histories you will be studying this year are often described as medieval. You will find out more about the spread of peasant societies, the rise of regional and imperial state formations, sometimes at the cost of pastoral and forest
people, the development of Hinduism and Islam as major religions, and the arrival of European trading companies. അപ്പം നമ്മൾ ഈ വർഷം എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? ലാസ്റ്റ് ഇയർ നമ്മൾ ഹണ്ടർ ഗ്യാദേഴ്സിനെയും ഏർലി ഫാമേഴ്സിനെയും അല്ലെ ടൗൺസിൻ്റെയും വില്ലേജസിൻ്റെയും ഒക്കെ ഡെവലപ്മെൻറ്റും എംപയേഴ്സിനെയും കിങ്ഡംസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത് അല്ലേ? ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന മിഡീവൽ പീരീഡിനെ കുറിച്ചാണ്. അവിടെ പെസൻറ്റ് സൊസൈറ്റീസിൻ്റെ സ്പ്രെഡ് എങ്ങനെയായിരുന്നെന്നും അതുപോലെ റീജിയണൽ ആൻഡ് ഇമ്പീരിയൽ സ്റ്റേറ്റിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ ഹിന്ദുയിസവും ഇസ്ലാമിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്, പിന്നെ യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിൻ്റെ വരവ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വർഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ്. These 1000 years of Indian history witnessed a considerable change. After all, the 16th and 18th centuries were quite different from the 8th or the 11th. അപ്പം ഈ 1000 ഇയേഴ്സ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ഈ ഒരു 1000 ഇയേഴ്സ്, ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് 16th ആൻഡ് 18th സെഞ്ച്വറി എന്ന് പറയുന്നത് 8th ആൻഡ് 11th സെഞ്ച്വറിനെക്കാളും വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. Therefore, describing the entire period as one historical unit is not without its problems. Moreover, the medieval period is often contrasted with the modern period. Modernity carries with it a sense of material progress and intellectual advancement. This seems to suggest that the medieval period was lacking in any change whatsoever. But of course, we know this was not the case. ഈ മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ മോഡേൺ പീരീഡുമായിട്ട് നല്ല ഡിഫറൻസ് ഉള്ള ഒരു പീരീഡാണ്. ഓക്കെ, മെഡീവൽ പീരീഡ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു കാലഘട്ടം എന്തുകൊണ്ടാണ് അത്? മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മെറ്റീരിയൽ പ്രോഗ്രസ്സും ഇൻ്റലക്ച്വൽ അഡ്വാൻസ്മെൻറ്റും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഈ മോഡേണിറ്റി എന്ന് പറയുന്നത്. അപ്പം മെഡീവൽ പീരീഡിൽ നിന്ന് നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. During these 1000 years, the societies of the subcontinent were transformed often, and economies in several regions reached a level of prosperity that attracted the interest of European trading companies. അപ്പോൾ ഈ ഒരു 1000 വർഷങ്ങൾക്കിടയിൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ സബ് കോണ്ടിനെൻറ്റിൽ ഒരുപാട് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്രോസ്പെരിറ്റി നന്നായിട്ട് കൂടുകയും അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് നമ്മുടെ രാജ്യത്തോട് ഇൻട്രസ്റ്റ് കാണിക്കുകയും നമ്മുടെ രാജ്യത്തേക്ക് വന്നതും. As you read this book, look out for signs of change and historical processes at work. Also, whenever you can compare what you read in this book with what you read last year, look out for changes and continuities where you can, and look at the world around you to see what else has changed or remained the same. നമ്മളോട് ഇവർ പറയുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ മിഡീവൽ പീരീഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതിനെക്കാട്ടിലും എന്ത് മാറ്റങ്ങളൊക്കെയാണ് ഈ മിഡീവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ മിഡീവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ മോഡേൺ പീരീഡിലുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് അതും ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ? ജസ്റ്റ് സ്റ്റോറി പഠിക്കുന്ന പോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും നോട്ടിഫിക്കേഷൻസൊക്കെ ഓണാക്കി വെച്ചോളൂ. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാവരും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ചാനലിലാണ് വരിക. അപ്പോൾ അത് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എക്സാം ടോപ്പർ ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ചാനലിൻ്റെ കൂടി ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ചാനലിലേക്ക് കയറാം, സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസൊക്കെ കാണാൻ സാധിക്കും.